ഉണ്ടോ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആ അപ്പച്ചി ആയിരിക്കും. അപ്പച്ചി കയറി പോരെ, വാതിൽ തുറന്ന് നടക്കുക. അപ്പച്ചി കയറി പോരെ. അപ്പച്ചിയല്ല. അപ്പച്ചി അല്ലേ? ഇതിപ്പോ വേറെ എവിടെ ഞാൻ വരാൻ പറഞ്ഞിട്ടില്ലല്ലോ. ചുമ്മാ ആരും ഈ സമയത്ത്. ഇതാരാ ഇത്? എന്തൊക്കെയുണ്ട്? വാ ഇരിക്ക് ഇരിക്ക്. സത്യം പറഞ്ഞ അമ്മായി കണ്ടപ്പോ ഞാൻ ആകെ ഷോക്കായി പോയി. അതെന്താ മോനെ അങ്ങനെ? അമ്മായി ഞാനിവിടെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്നിട്ട് പറയാമായി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കാര്യം ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നപ്പോ രമേശിന്റെ പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ? രമേശനോ? ഏത് രമേശൻ? എന്റെ മോൾ അശ്വതിയുടെ. സോറി കേട്ടോ, എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ പായിപ്പാടൻ ചേട്ടൻ. അതെ. അയ്യോ അമ്മായി, ഒന്നും തോന്നരുത്. ആ പ്രോപ്പർട്ടി പോക്ക. എന്താ അമ്മായി, ആ പ്രോപ്പർട്ടി ഇല്ലേ രജിസ്റ്റർ ചെയ്ത് തന്നിട്ടാ കാശ് കൊടുത്തേക്കുന്നേ. പറഞ്ഞ ടൈമിനുള്ളിൽ കാശ് തിരിച്ചു കിട്ടിയില്ലെങ്കിലേ ആ പ്രോപ്പർട്ടി കമ്പനി സീസ് ചെയ്യും. അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അമ്മായി. കമ്പനിക്ക് പാർട്ട്നേഴ്സ് 3 പേരാണേ. 3 പേരും കൂടി ഒറ്റ ഡിസിഷൻ എടുക്കണം. അതാ കമ്പനിയുടെ പോളിസി. അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അമ്മായി. മോനെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. എന്റെ മോക്കും അവനുള്ള കിടപ്പാടോ അത്. നഷ്ടപ്പെട്ട സങ്കടം വരുമല്ലേ? അതെ മോനെ. എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കാരണം, നിങ്ങളുടെ ഭർത്താവ് കാരണം. എനിക്ക് വലിയ വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായത്. നിങ്ങളിപ്പോ വന്നത് എന്റെ മകൻ അരവിന്ദന്റെയും ചാരുവിന്റെയും ലൈഫിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്നേ റിക്വസ്റ്റ് ചെയ്യാനാണെന്നേ എനിക്കറിയാം. അമ്മായി ചെന്നേ അവന്റെ അച്ഛനോടും എല്ലാവരോടും പറഞ്ഞേക്ക്, ദേ ബാബുക്കുട്ടൻ ഉള്ളിടത്തോളം കാലവേ ഈ കല്യാണം നടക്കത്തില്ല. നടന്നാ തന്നെ സമാധാനത്തോടെ ജീവിക്കത്തില്ലെന്ന്. അല്ല മോനെ, ഞാനൊന്ന് വേണ്ട, എനിക്കറിയാം. അയ്യോ അങ്ങനല്ല മോനെ. ഈ കല്യാണം നടന്നോട്ടെ. എന്റെ ചാരുവിന്റെ കഴുത്തിൽ താലി വീഴുന്ന ആ നിമിഷം ദാ ഈ ബാബുക്കുട്ടൻ അങ്ങോട്ടങ്ങ് ഇറങ്ങും. അതിനു മുമ്പ് ഈ കുട്ടനാട്ടിൽ ബാബുക്കുട്ടൻ ഒരു നിലയും വില ഉണ്ടാക്കും. നിങ്ങളെല്ലാവരുടെ കള്ളനാക്കി നാട് കടത്താൻ നോക്കിയതേ ഈ ബാബുക്കുട്ടനെ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും സമാധാനം തരാൻ പോകുന്നില്ല. ബാബുക്കുട്ടൻ നിർത്തിക്കേ. ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. നിനക്ക് വേണ്ടത് ചാരുവിനെ അല്ലേ? അതെ, അവളെ തന്നെ എനിക്ക് വേണ്ടത്. എടാ, അവളെ എനിക്കും വേണ്ട, എന്റെ മോനും വേണ്ട, ഞങ്ങളുടെ വീട്ടുകാർക്കും വേണ്ട. മനസ്സിലായോ? എടാ, അവള് നിനക്കുള്ളതാ. അരവിന്ദന് അവളോട് താല്പര്യമില്ല. അവന്റെ അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിട്ടാ അവൻ അതിന് സമ്മതിച്ചത്. അവരുടെ കല്യാണം കഴിഞ്ഞ 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ അവളെ അവൻ ഡിവോഴ്സ് ചെയ്യുമെന്ന്. അത് ഉറപ്പാ. അതിനു മുമ്പ് ഈ കല്യാണം നടക്കാതിരിക്കണം. അതല്ലേ വേണ്ടത്? നിന്നോട് ഇത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മനസ്സിലായോ? മനസ്സിലായോന്ന്? അമ്മായി, അമ്മായി നീ വന്നേ. വാ ഇങ്ങ് വന്നേ. സോറി. സന്തോഷം കൊണ്ടാ. തോന്നല്ലേ? സോറി. ഇനി പറ, എന്താ അമ്മയുടെ പ്ലാൻ? പറയാനാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. ഇനിയെല്ലാം ബാബുക്കുട്ടന്റെ തീരുമാനം. എനിക്ക് അവളെ മാത്രം മതി. ദേ നിങ്ങളുടെ ബാലമാഷ് കൊടുക്കാമെന്ന് പറഞ്ഞ സ്വത്ത് പോലും എനിക്ക് വേണ്ട.
അപ്പോ രമേശിന്റെ പ്രോപ്പർട്ടിയോ? ഞാനും ചാരുമായിട്ടുള്ള കല്യാണം നടക്കുന്ന ഉറപ്പായി കഴിഞ്ഞാൽ ഡോക്യുമെന്റ്സ് ഒക്കെ അങ്ങ് വീട്ടിലെത്തും. മതി, അത് മതി. അമ്മായി ധൈര്യമായിട്ട് പോയിക്കോ, എല്ലാം ഞാൻ ഏറ്റു. പിന്നെ നമ്മൾ ഈ പ്ലാൻ ചെയ്ത കാര്യമൊക്കെ നമ്മൾ രണ്ടുപേരും അല്ലാതെ വേറൊരാളും അറിയരുത്. ഇല്ല. എന്നാ ഞാൻ പോക്കോട്ടെ. സന്തോഷം.